Hello, Namaste. Welcome back to WinTrader. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. ഇന്നെന്ന് പറയുമ്പോൾ ഇന്ന് 4th November ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. നമ്മൾ ആക്ച്വലി നമ്മുടെ സോഫ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മുടെ സോഫ്റ്റ് ആക്ച്വലി എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ടിങ് ചെയ്യും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാം, സ്കാൽപ്പിംഗ് ചെയ്യാം, സിങ്ക് ട്രേഡിംഗ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് കാണുന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ് നോക്കി നമുക്കവിടെ കറക്റ്റ് ഷെയറിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോണത് ലൈവ് മാർക്കറ്റിലാണ്. ഈ സോഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെമോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. എന്നെ വിളിക്കുന്ന നമ്പർ 9061973737 ആണ്. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ ചാറ്റിലോട്ട് വരാം. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓഫീസിൽ വരേണ്ടവർക്ക് ഓഫീസിൽ വരാം. കാരണം ഓഫീസിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ പർച്ചേസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാളും ചെയ്ത് തരും. ബാക്കി സെറ്റിംഗ് അങ്ങനെയുള്ള ഡയറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തലയിൽ KSRTC ബസ് സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. വരേണ്ടവരെ വിളിച്ചാൽ മതി, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഡയറക്റ്റ് വന്നിട്ട് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാളും ചെയ്ത് പോകാം. അപ്പോൾ ഇത് വർക്ക് നമ്മളിത് ആക്ച്വലി 2009 തുടങ്ങിയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്ത്, അത് നമ്മൾ ഒരേ വേർഷൻ തന്നെ എല്ലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുതിയ വേർഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ ഇപ്പോൾ കാണിക്കാവുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. കാരണം ഇതുവരെ നിഫ്റ്റിയിൽ നമുക്കൊരു കറക്റ്റായിട്ട് ട്രെൻഡ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓപ്ഷൻ ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഫ്യൂച്ചറിൻ്റെ ട്രെൻഡ് ഫോളോ ചെയ്ത്, ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലി ട്രെൻഡ് നോക്കുകയും മാർക്കറ്റിൻ്റെ റേറ്റ് നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനുള്ള ഈസി വേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, ഇത് കണ്ട് ഇവിടെ വരുന്നതാണ് മാർക്കറ്റിൻ്റെ റേറ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുക. ഇത് റിയൽ ടൈം ആണ്. അപ്പോൾ റിയൽ ടൈം മാർക്കറ്റ് വരുന്ന റേറ്റിങ്ങിൻ്റെ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ആയിക്കൊണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് അവിടുന്ന് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമുക്കിവിടെ സെല്ല്, ഈ റെഡ് ഡൗൺ ആരോ സെല്ലാണ്, ഗ്രീൻ അപ്പ് ആരോ ബൈ ആണ്. അപ്പോൾ ഈ സെൽ സിഗ്നൽ അല്ലെങ്കിൽ ബൈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ, സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. ഇതുപോലെ അലേർട്ട് മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ വരും. അതൊരു സൗണ്ട് എഫക്റ്റോട് വരും. അത് നമുക്ക് നമ്മുടെ സ്ക്രീൻ സിസ്റ്റത്തിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെൽ സൗണ്ടോട് കേൾക്കാൻ കൂടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എഴുതി വരും. അല്ലെങ്കിൽ മുകളിൽ നോക്കിയാൽ അതിൻ്റെ മാർക്കറ്റ് റേറ്റ്, അതായത് ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ സെല്ല് വന്നിരിക്കുന്നത് 41,404.05 എന്ന പ്രൈസ് നിൽക്കുമ്പോഴാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സെൽ കോൾ വന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സെല്ല് വന്നു, ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ സെല്ല് വന്നു, നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യാം. കൺഫർമേഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് ആ പറയുന്ന ആക്യുറസി 80 to 90% ആക്യുറസി എന്ന് പറയുന്ന ആക്യുറസി കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സെല്ല് വന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് നോക്കേണ്ടത് എന്താണ്, അത് കൺഫേം ആണോ എന്ന് നോക്കണം. കൺഫേം എന്ന് വെച്ചാൽ ആരോ വന്ന ശേഷം താഴത്തോട്ട് നോക്കുക. എൻ്റെ കർസർ നോക്കിയാൽ മതി. നിങ്ങൾ പ്രൈസ് ഇവിടെ സെൽ സോണെന്ന് എഴുതി കാണിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത് കൺഫേം ആണോ നമ്മൾ നോക്കണം. താഴത്ത് ഇവിടെ പ്രൈസ് സെൽ സോണെന്ന് എഴുതി കാണിക്കും. ആരോടെ താഴത്ത് ഒരു ബാറില്ലേ, ആ ബാർ റെഡ് ആയിരിക്കണം. ആ ബാർ റെഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴും സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യണം. നമ്മൾ ഏറോ ഇവിടെ കിട്ടുന്ന അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ എൻട്രി ചെയ്യാം. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ ആ ബാർ കൺഫർമേഷൻ, അതായത് സെല്ലാണെന്നുണ്ടെങ്കിൽ റെഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതാണ് നോർമൽ കൺഫർമേഷൻ. ഇതാണ് അത് ആരോ വന്ന ശേഷം സെല്ലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് അവിടെ സെൽസ് ഉണ്ട് ആൻഡ് ബാറിൻ്റെ കളർ റെഡ് ആയിരിക്കണം. ഇതാണ് നോർമൽ കൺഫർമേഷൻ. ഇനി നമുക്കൊരു ആക്യുറസി കൂടുതൽ കിട്ടാനായിട്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു റെഡ് ഒരു ബ്ലൂ ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റിത്തരാം. ഓക്കെ, ഇപ്പം കാണാൻ പറ്റുന്നത് ഇത്. ഇപ്പോൾ ഞാൻ എൻ്റെ കളറ് ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. യെല്ലോ കളറിലെ സ്റ്റാർ വന്നില്ലേ, അത് സപ്പോർട്ട് ചെയ്യുന്ന ലെവലാണ്. അതായത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലാണ് ഈ യെല്ലോ. മുകളിൽ നോക്കിയാൽ മുകളിൽ ഒരു റെഡ് സ്റ്റാർ ഉണ്ടല്ലോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതായത് യെല്ലോ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും റെഡ് സ്റ്റാറിൻ്റെ കാര്യം പറയുന്നത്, ആ റെഡ് സ്റ്റാർ മാർക്കറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലുമാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഈ ക്യാൻഡിലിൻ്റെ അവിടെ മാർക്കറ്റ് ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്ത്, അപ്പോൾ നമുക്ക് ആ ബ്രേക്കൗട്ടും വന്ന് താഴെ നമ്മുടെ ബാറും കൺഫർമേഷൻ വന്ന് പ്രൈസ് സോൺ വന്നു. അപ്പം നമുക്ക് ആക്യുറസി കൂടുതൽ, അവിടെ ഒരു ആക്യുറസി കൂടുതൽ കിട്ടും. അപ്പം നിങ്ങൾ നോക്കാം, മാർക്കറ്റ് റേറ്റ് നോക്കുക. മാർക്കറ്റ് നിൽക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 41,404 എന്ന പ്രൈസ് നിൽക്കുമ്പോഴാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കൺഫേം ആയിട്ടൊരു ബ്രേക്കൗട്ടും വന്നത്, കൺഫേം ആയത്. അപ്പം 404 എന്ന് വെച്ചാൽ മാർക്കറ്റ് അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം 300ൻ്റെ അവിടെ വന്നു. അപ്പം നമ്മൾ നേരെ ഒന്നെങ്കിൽ നമ്മൾ 41,400ൻ്റെ തന്നെ പുട്ടെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേഖല 41,500ൻ്റെ പുട്ടെടുക്കുക. നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസാണ് വേണ്ട ആ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെലക്ട് ചെയ്യാം.
അപ്പം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ സ്ട്രൈക്ക് പ്രൈസ് അവൈലബിൾ ആണ്. ഇത് കണ്ട് വീക്കിലി ഓപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് ഏത് സ്ട്രൈക്കാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് ആക്ച്വലി കിട്ടിയതെന്ന് പറയുമ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി നമുക്ക് കിട്ടിയത് 41,404 നമുക്ക് സെല്ല് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 300യുടെ അതിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 ഡയറക്റ്റ് നമുക്ക് 41,400 അല്ലെങ്കിൽ 500 പുട്ടെടുക്കാം. അപ്പം നേരെ നമ്മളത് ചെന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പം 41 ഇത് പുട്ട് 40,400 നമ്മൾ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് കണ്ട് ഇതിനകത്ത് സ്കാനറിൽ ഓൾറെഡി ഇത് ആഡഡ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്കാനറിലോട്ട് ഇതെല്ലാം ഏകദേശം ആ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള അത് സിഗ്നൽ കൺഫേം ആയില്ലെങ്കിൽ ആ മാർക്കറ്റിനനുസരിച്ചുള്ള ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ അത് മാർക്കറ്റിൻ്റെ അനുസരിച്ചുള്ള പുട്ട് ഓപ്ഷൻ്റെ ആ സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ സ്കാനറിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. 41,500 കാണിച്ചു തരാം. ഇപ്പം 41,500 ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, കണ്ടറിയാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഒരു ബൈ ഉണ്ട്. ബൈ നമുക്ക് ഇന്നലത്തെ ബൈസിക്കിൾ ഇന്നലെ ഓൾറെഡി ആ ബൈസിക്കിൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് കൺഫേം ആയില്ല. ഇന്നാണ് അതിൻ്റെ കൺഫർമേഷൻ വന്നത്. അതായത് താഴത്തെ ബാറും പ്രൈസ് സോണും നമുക്ക് കൺഫർമേഷൻ വന്നപ്പോഴത്തേക്കും നമുക്ക് രാവിലെ എൻ്റർ ചെയ്യേണ്ടായിരുന്നു. കാരണം നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാണ് ഓപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി നമുക്ക് സിഗ്നൽ വന്ന എപ്പോഴാണ് 9:45 അറൗണ്ടാണ് നമുക്ക് സിഗ്നൽ കൺഫേം സെൽ സിഗ്നൽ വന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 41,500 ആണെങ്കിൽ 41,400 ആണെന്നുണ്ടെങ്കിലും അവിടെ ഓൾറെഡി ഇന്നലെ ഒരു സിഗ്നൽ വന്നത്. പക്ഷേ അത് ആ ബ്രേക്ക് ഔട്ട് വന്ന എവിടെയാണെന്ന് നോക്കി ഇവിടെ നിന്നാണ് അത് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയത്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് എൻട്രി ചെയ്യായിരുന്നു. അപ്പോൾ ആ ലെവലിൽ എൻട്രി ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ റേറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി വന്ന പ്രൈസാണ് 144 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ താഴത്തെ ടാർഗറ്റ് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. ഇന്നാണ് നമുക്ക് അവിടെ നിന്ന് കയറുന്നത്. നമുക്ക് ഇന്നെന്ന് വെച്ചാൽ ഇന്ന് കയറുന്ന പ്രൈസ് ഇന്ന് പ്രൈസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എൻട്രി കിട്ടിയ പ്രൈസ് ഇപ്പം 41,400 ആണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന ശേഷം ഇവിടെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 413 ആയിരുന്നു. 413 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 20 to 30 ഇടയ്ക്ക് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നതാണ് സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 400 ഓപ്പണിംഗ് പ്രൈസ് 413 അല്ലേ. അപ്പോൾ നമ്മളൊരു 414 അല്ലെങ്കിൽ 13, 14 അല്ലെങ്കിൽ 15 എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 20 or 30 പോയിന്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് കൊടുത്തേക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ ലോസിലോട്ട് പോകേണ്ട മെയിൻ കാരണം എന്ന് വെച്ചാൽ ഓപ്ഷൻ ട്രേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല പ്രോഫിറ്റും കിട്ടും, അതുപോലെ ഈസി ആയിട്ട് അത് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താണെന്നറിയാം, നമ്മൾ എത്രത്തോളം മാർക്കറ്റിൽ നിൽക്കുന്നോ അത്രത്തോളം റിസ്ക് കൂടുതലാണ് ഇതിനകത്ത്. അതായത് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് രാവിലെ തന്നെ നമുക്ക് നല്ല ട്രെൻഡ് കിട്ടും. അതായത് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കി അറിയാൻ പറ്റും. ഇന്നത്തെ മാർക്കറ്റിൽ നല്ല നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് ലെവൽ വന്നു കഴിഞ്ഞ് പിന്നെ എന്തിനും നമ്മൾ മാർക്കറ്റിൽ നിൽക്കണം. 3.5 വരെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കില്ല. കാരണം നമ്മളൊരു പ്രോഫിറ്റ് ലെവൽ. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 3 to 5K അറൗണ്ട് മതി എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്തേക്കാം. നമുക്ക് ഇങ്ങനത്തെ ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റ് നല്ല ഒരു ട്രെൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്തേക്കുക. പിന്നെ മാർക്കറ്റ് നിൽക്കില്ല. എത്രത്തോളം നിൽക്കുന്ന അത്രത്തോളം നമ്മൾ ആ കിട്ടുന്ന പ്രോഫിറ്റ് കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളാണ്. ഇന്നത്തെ പ്രഡിക്ഷൻ അല്ല വർക്ക് ചെയ്ത് റിയൽ ടൈം ആയിട്ട്. അപ്പോൾ മാർക്കറ്റ് എന്താണെന്നുള്ള സോഫ്റ്റ്വെയർ കാണിച്ചു തരാം. ഇത് കറക്റ്റ് ഫോളോ ചെയ്താൽ മന്തിൽ നിങ്ങൾക്ക് റിട്ടേൺ ഗ്യാരണ്ടിയാണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ചാർജ് വാങ്ങിക്കുന്ന 1 time ആണ്. അത് നിങ്ങൾക്ക് മാർക്കറ്റിനോട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തിൻ ഒരു 2 to 3 days അല്ലെങ്കിൽ മാക്സിമം ഒരു 1 weekനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അത് റിട്ടേൺ കിട്ടിയിരിക്കും. അതും ഗ്യാരണ്ടിയാണ്. നമ്മളിത് സോഫ്റ്റ്വെയർ ചെയ്യാൻ തുടങ്ങി 2009 തുടങ്ങിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡയറക്റ്റ് വരികയും ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ നമ്മളെല്ലാം കാണിച്ചു കൊടുക്കും, ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഇതിൽ മാത്രം ഓപ്ഷന് മാത്രമല്ല ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇക്വിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പിന്നെ ഓപ്ഷൻ ഇക്വിറ്റീസ്, കമ്മോഡിറ്റീസ്, ഫോറക്സ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്കിത് സ്കാൽപ്പിംഗ് വേണമെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യാം, ഇൻട്രാഡേ ചെയ്യാം, പിന്നെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അതിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ. പിന്നെ ഈ പറയുന്നൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഇത് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ട്രെൻഡും കാണാൻ പറ്റും, കറക്റ്റ് സ്ട്രൈക്കും സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ ചിലർക്ക് കൺഫ്യൂഷനാണ്, കോൾ എടുക്കണം, പുട്ട് എടുക്കണം, അങ്ങനെ ഒരുപാട് അറിയാവുന്നവർക്ക് ഓക്കെ എല്ലാം അറിയാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ബേസിക് പോലും അറിയാത്തത് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ കോൾ എടുക്കണം, പുട്ട് എടുക്കണം ഒന്നും അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഒരു സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മുടേത്. ആൻഡ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുള്ള പ്രഡിക്ഷൻ അല്ല ഇത് വർക്കിംഗ്, നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്ന റിയൽ ടൈം ഡാറ്റയാണ്.
മാർക്കറ്റിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പം ഓപ്ഷനിൽ ഇപ്പം ടിപ്സ് എടുക്കുന്ന ആൾക്കാർ നമുക്ക് ടിപ്സ് എടുക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ പോകുന്നത്. സോഫ്റ്റ്വെയർ നമുക്ക് ഫുൾ കാണിച്ചു തരും. പിന്നെ മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം മാർക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ വരത്തില്ല മാർക്കറ്റ്, നെഗറ്റീവ് മാർക്കറ്റും ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു മന്ത് എൻഡ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു റിട്ടേൺ അവിടെ ഗ്യാരണ്ടിയാണ്. നമ്മൾ ഇൻവെസ്റ്റിന് പുറത്ത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ലൈവ് മാർക്കറ്റിലാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ലൈവ് മാർക്കറ്റ് ഡെമോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓൺലൈൻ തന്നെ എല്ലാം കാണിച്ചു തരാം. അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ലൊക്കേഷൻ അയക്കാൻ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പറിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.